പ്രേതത്തെ കാണാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പ്രേതത്തെ ഞാൻ ഈ അന്നത്തെ എൻ്റെ ആവേശത്തിൽ ഞാൻ പ്രേതത്തിനെ കൂടെ വരുന്നോ എന്ന് പറഞ്ഞ് വിളിച്ചു കൂട്ടിക്കൊണ്ടുപോയി എന്നെ മരണത്തിൻ്റെ. അപ്പോൾ ഈ മോട്ടോർ പേരയിൽ ഒരു സ്ത്രീ രൂപത്തെ ഞാൻ ദൂരെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. ആ സമയത്താണ് ഞാൻ ഓർക്കുന്നത് ആ സ്ത്രീ അങ്ങോട്ട് പോയി. ആ മോട്ടോർ പേരിൽ നിന്ന് സ്ത്രീ അങ്ങോട്ട് പോയി. ഇങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവർ കായലിൽ ചാടണം, ഇപ്പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ കണ്ടത്തിലേക്ക് ചാടണം, അല്ലെങ്കിൽ ഞങ്ങളുടെ മുമ്പേ നടന്നു പോകണം. പഴയ സ്ഥലത്ത്, പഴയ ഭാവത്തിൽ, പഴയ ഇടത്തിൽ തന്നെ ഇവർ എന്നെയും വീക്ഷിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. പോയതിനു ശേഷം അവിടെ നിൽക്കുവാണെങ്കിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ ആ കൂടെ പോര്, ഞാൻ കൂടെ കൂട്ടിക്കോളാം എന്ന് ഞാനൊരു വാക്ക് വിളിച്ചു. അന്നത്തെ എൻ്റെ ആവേശത്തിന് ഞങ്ങൾ ചെയ്തതാണ്. അന്നൊക്കെ ഈ മാന്ത്രിക കർമ്മങ്ങളൊക്കെ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ കൂടെ ഒരാൾ കിടക്കുന്നതായിട്ട്, ഞാൻ വീട്ടിൽ കയറി വരുന്നതിന് മുമ്പ് രാത്രി കയറി വരുമ്പോൾ എനിക്ക് മുമ്പേ ഒരാളകത്ത് കടന്നു പോയതായിട്ട് എൻ്റെ വീട്ടുകാർക്ക് തോന്നുക, എൻ്റെ കൂടെ കിടക്കുന്നതായി തോന്നുക. ഒരു സ്ത്രീ നമ്മുടെ കൂടെ കിടക്കുമ്പോൾ ഉണ്ടാകുന്ന എന്ത് അനുഭവമാണോ ഉള്ളത് ആ അനുഭവങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകുക. അതുപോലെ ഒരു രൂക്ഷമായ ഗന്ധം ഉണ്ടാകുക, അതായത് ഈ മൂത്രത്തിൻ്റെയൊക്കെ ഗന്ധം നമ്മുടെ കിടക്കുന്ന മുറിയിൽ ഒക്കെ സംഭവിക്കുക. അങ്ങനെ വന്ന് കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും പാ കത്തുന്നു, അതുപോലെ ഈ ബെഡ് കത്തുന്നു, വസ്ത്രങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് തീ പിടിക്കുന്ന പോലത്തെ ഒരു അവസ്ഥ ഉണ്ടാകുന്നു. തീ കൊളുത്തിയ ഒരു സ്ത്രീ പ്രേതം നിങ്ങളുടെ അവിടെ സാന്നിധ്യമുണ്ട്, നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും അപമൃത്യു ഉണ്ടായിട്ടുണ്ടോ എന്ന് ഞാൻ ഈ സ്ത്രീയോട് ചോദിച്ചു. അപ്പോൾ ആ അമ്മ പറഞ്ഞു, എൻ്റെ കുടുംബത്തിൽ അങ്ങനെ തീ പൊള്ളി മരിച്ചവർ ആരുമില്ല, തലമുറകൾക്ക് മുമ്പൊന്നും അല്ല, ഇപ്പം മരണപ്പെട്ടതാണെന്ന് പറഞ്ഞു. ഈ സ്ത്രീ ഒരു കാരണവശാലും അങ്ങനെ അവിടെ ഒരു മരണം സംഭവിച്ചതായിട്ട് സമ്മതിക്കില്ല. ഇവരുടെ മകള് തീ പിടിച്ചാണ് സാറേ മരിച്ചത്, ഇവർ നുണ പറയണതാണ് അയാൾ എന്നോട് വിളിച്ചത്. അപ്പൊ ഈ സ്ത്രീ അവളോട് പറഞ്ഞു, അവള് വെള്ളത്തിൽ വീണല്ലേ മരിച്ചത്, അവൾ തീ പിടിച്ചിട്ടല്ലല്ലോ മരിച്ചതെന്ന് തർക്കിച്ചു. മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തിയതിന് ശേഷം പൊള്ളലേറ്റപ്പോൾ രക്ഷപ്പെടാനുള്ള വെപ്രാളത്തിലല്ലേ അടുത്ത കണ്ട കായലിൽ ചാടിയെന്ന് ചോദിച്ചു. അപ്പൊ അവരത് സമ്മതിച്ചു. അത് തീ കൊളുത്തി പൊള്ളിയപ്പോൾ വെള്ളത്തിൽ ചാടിയതാ. ഞാൻ ഈ കണ്ട പ്രദേശത്താണ് ചാടിയത്, ഞാൻ ഈ സ്ഥലത്താണ് ചാടിയത്. ശർമാജി, നമ്മളിപ്പോൾ പാലക്കാടാണ് നിൽക്കുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു പാലക്കാട് എന്ന് പറയുന്നത് വളരെ വൈവിധ്യങ്ങൾ നിറഞ്ഞൊരു സ്ഥലമാണ്. അതേപോലെ തന്നെ ആചാരങ്ങൾ, ഇപ്പോൾ കല്ലടിക്കൂട് തന്നെയാണ് 399 ചാത്തന്മാർ, അല്ലെങ്കിൽ എണ്ണിയാലൊടുങ്ങാത്ത ചാത്തന്മാർ അവിടെയാണ് ഉണ്ടായത് എന്ന് പറയുന്ന കഥകളുണ്ട്. അതേപോലെ തന്നെ പാലക്കാടുമായി ബന്ധപ്പെട്ട് ഒട്ടനേകം കഥകളുണ്ട്. യഥാർത്ഥത്തിൽ ഈ പാലക്കാടിൻ്റെ പ്രേത കഥകളും അതിലെ വലിയൊരു കാര്യമാണ്. ഇപ്പോൾ അങ്ങ് ഇത്തരത്തിൽ ഈ പാലക്കാടുമായി ബന്ധപ്പെട്ട് പ്രേത കഥകൾ കേട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കഥകൾ ഓർമ്മയുണ്ടോ? പ്രേതകഥകൾ നിത്യേന എന്നോളം പലപ്പോഴും ഞാനൊരു സത്യം പറഞ്ഞാൽ ഒരു ഈ പറഞ്ഞ ഹോസ്റ്റ് ഹണ്ടർ എന്നൊക്കെ പറയാം, നമ്മൾ ഗോസ്റ്റ് ഹണ്ടർ എന്നൊക്കെ പറയാം. എന്താണെന്ന് വെച്ചാൽ ഈ പ്രേതത്തിനെ കുറിച്ചിട്ട് അറിയാൻ കേരളത്തിലുള്ള എല്ലാ ആൾക്കാർക്കും പ്രേതകഥകളോട് താല്പര്യമുണ്ട്. ഞാനും ഈ പ്രേതത്തിൻ്റെ ഈ പറഞ്ഞ അന്വേഷണവുമായിട്ട് ഒരുപാട് നടന്നിട്ടുള്ള ആൾക്കാരും പ്രേതാനുഭവങ്ങൾ ഒരുപാട് ജീവിതത്തിലുള്ള ഒരാളുമാണ്. പാലക്കാടിൻ്റെ ഭൂമിയിലും അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇവിടെ വരുന്ന കൺസൾട്ടിങ്ങിന് വരുന്ന ആളുകൾ ഉൾപ്പെടെ തൊട്ട് പലപ്പോഴും പ്രേതത്തിൻ്റെ കഥകൾ പലരിൽ നിന്നും കേൾക്കുന്നുണ്ട്. പ്രേതാവാഹനവുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് കഥകൾ പ്രേതത്തിൻ്റെതായിട്ട് നിത്യേന കേൾക്കാറുണ്ട്. ഇവിടെ ഒരു വളരെ പ്രേതത്തിൻ്റെ കഥ എന്ന് പറയാനൊക്കെ ഇല്ല എങ്കിൽ പോലും ഇവിടെ വന്നിട്ടുള്ള ചേട്ടൊരു കഥയാണ് ഞാൻ പ്രധാനമായിട്ടും. ഇവിടെ ഒരു കുട്ടി ഒരു 6 വയസ്സോളം ഉള്ളൊരു കുട്ടിയാണ്. ആ കുട്ടിക്ക് പെട്ടെന്ന് തന്നെ ഒരു ഭാവമാറ്റം ഉണ്ടായി. ആ കുട്ടി ഇങ്ങനെ ഞാൻ ഈ വീട്ടിലെ അല്ല, അല്ലെങ്കിൽ അച്ഛനും അമ്മയൊന്നും എൻ്റെ അല്ല എന്നുള്ള രീതിയിലുള്ള പെരുമാറ്റങ്ങൾ വന്നു. ഈ കുട്ടിയെ പല ഡോക്ടർമാരെയും കണ്ട് കാണിച്ചിട്ടൊന്നും ഈ കുട്ടിയിൽ മറ്റൊരാൾ സന്നിവേശിച്ചിരിക്കുന്ന പോലെ, അല്ലെങ്കിൽ കുട്ടി ഇയാളല്ലാത്തൊരു പോലത്തെ ഒരു കാര്യങ്ങളാണ് പറയുന്നത്. പലപ്പോഴും പല കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ചോദിക്കുന്ന സമയത്താണ് ഈ കുട്ടി പറയുന്നു, എൻ്റെ വീട് ഇതല്ല, എന്നെ കൊന്നതാണ്, ചവിട്ടി കൊന്നതാണ്, ഞാൻ ഈ വീട്ടിലേ അല്ല എന്ന ആരോ ഒരാൾ കൊന്നതാണെന്ന് പറയുന്നു. അങ്ങനെ ഈ കുട്ടി അടയാളങ്ങൾ പറയുന്ന സ്ഥലങ്ങളുണ്ട്. അതായത് ഈ കുട്ടി ജനിച്ച വീടിൽ നിന്നും അധികം ദൂരമല്ലാത്ത ഒരു സ്ഥലത്താണ് ഈ കുട്ടിയുടെ വീടായിട്ട് ഈ കുട്ടി പറയുന്നത്. അപ്പോൾ അങ്ങനെ ഈ വീട്ടുകാർ ഈ വീടിനെ അന്വേഷിക്കുകയും ഈ വീടിൻ്റെ ലക്ഷണങ്ങളും, കാരണം ഇവിടുത്തെ ആളുകളെ പരസ്പരം അറിയാവുന്നവരാണ് കൂടുതൽ. അപ്പോൾ അതുകൊണ്ടൊരു വീടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പം കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഗ്രാമമായതുകൊണ്ട് പരസ്പരം അറിയാവുന്ന ആളുകളാണ്. അങ്ങനെ പറയുന്ന ഈ കുട്ടി പറയുന്ന ഒരു അടയാളമുള്ള ഒരു വീട് കണ്ടുപിടിച്ചു. ആ കുട്ടിയുമായിട്ട് പോയി. കുട്ടി കൃത്യമായി പറയുന്നുണ്ട് ഞാൻ ഈ വീട്ടിലെ ആണെന്നുള്ളത് കൃത്യമായി പറയുന്നുണ്ട്. കുട്ടിയുടെ വസ്ത്രങ്ങളും മറ്റുമൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന ഒരു പെട്ടി എവിടെയുണ്ടെന്ന് പറയുന്നു. അങ്ങനെ ഈ കുട്ടി അവിടെ പോവുകയും ആ പെട്ടി ആ വീട്ടിൽ
ഒരു കട്ടിലിൻ്റെ അടിയിൽ, ഒരു മുറിയിലെ കട്ടിലിൻ്റെ അടിയിൽ ഇങ്ങനെ ദ്രവിച്ചിരിക്കുകയും ചെയ്യുന്നത് കണ്ടു. ആ പെട്ടി കുട്ടി പറഞ്ഞല്ല കുട്ടി കെട്ടി പറഞ്ഞതൊക്കെ ശരിയായിരുന്നു. ആ പെട്ടി എൻ്റെ ഒരു പഴയ തകരപ്പെട്ടിയാണ്. ആ തകരപ്പെട്ടി തുറന്നപ്പോൾ കുറേ ദ്രവിച്ച വെള്ളമൊക്കെ ചോർന്നതാണ്, ഇരുമ്പൊക്കെ അങ്ങനെ ദ്രവിച്ച കുറച്ച് ആ കുട്ടി പറയുന്നത് ആ കുട്ടിയുടെ സാരിയാണെന്ന്. ആ വീട്ടുകാർ പറയുന്നു അവിടെ ആ ഉള്ള ഗ്രഹനാഥൻ്റെ ഭാര്യയുടെ വസ്ത്രമാണെന്ന്. ആ ഭാര്യ മരണപ്പെട്ടു പോയതാണെന്ന്. ആ ഭാര്യ മരണപ്പെട്ടു പോയത് ആ ഭാര്യ കട്ടിലിൽ നിന്ന് ഉറക്കത്തിൽ അറിയാതെ താഴെ വീണിട്ട് മരണപ്പെട്ടു പോയി എന്നാണ് അവിടുത്തെ നാട്ടിലുള്ള പ്രധാനപ്പെട്ട വിശ്വാസം. പക്ഷേ ഈ കുട്ടി പറയണു അങ്ങനെയല്ല ഞാൻ മരിച്ചത്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെയല്ല ഇവിടെ ഉണ്ടായിരുന്നു, എന്നെ ചവിട്ടി കൊന്നതാണെന്ന് കുട്ടി പറയുന്നു. കേൾക്കുന്നവർക്ക് ഇതൊരു ഭയങ്കര വലിയ അന്ധവിശ്വാസമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇല്യൂഷനോ ഒക്കെ ആയിട്ട് തോന്നാം. പക്ഷേ ഇത് അങ്ങനെ എടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം, അല്ലാത്തവർക്ക് ഇങ്ങനെ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ അങ്ങനെ പറഞ്ഞു. അങ്ങനെ ഈ കഥ നാട്ടിൽ പറഞ്ഞപ്പോഴാണ് ഈ മരണം ഒരു കൊലപാതകമായിരുന്നു എന്ന് പറയുന്നൊരു കാലഘട്ടം മനസ്സിലായത്. അങ്ങനെയാണ് ആ കുട്ടിയായിരുന്നു ആ കൊല്ലപ്പെട്ടതിൻ്റെ ആത്മാവിൻ്റെ ആ മുൻ ജന്മത്തിലുണ്ടായിരുന്നു. അധികം ദൂരെയല്ലാതെയാണ് ആ കുട്ടി ജനിച്ചത്. പിന്നീട് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അന്വേഷണങ്ങൾ നടന്നു? അതുമായിട്ട് അന്വേഷിക്കാനായിട്ടുള്ള നമ്മുടെ നിയമപരമായ തെളിവൊന്നും അല്ലല്ലോ ഒരു കുട്ടി പറയുന്നത്. ആ കുട്ടി ആണെങ്കിൽ സൈക്കോളജിക്കലി ആ കുട്ടിയുടെ ഡിസോർഡർ ആണോ ഉള്ളതായിട്ടാണ് മറ്റുള്ളവർക്ക് കാണാൻ പറ്റുക. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ. പക്ഷേ ആൾക്കാർ ആ കുട്ടി പറയുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി നോക്കിയ സമയത്ത് ഇത് സത്യമാണ് എന്ന് മനസ്സിലാകുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് കുറച്ച് ആളുകൾക്ക് കുറേ നാളുകൾക്ക് ശേഷമാണ് ആ വ്യക്തി മരണപ്പെട്ടു പോയത്. പക്ഷേ ആ സംഭവം ആൾക്കാരത് ഈ ആളുടെ സ്വഭാവവും ആ അന്നത്തെ മരണം നടന്നൊരു സാഹചര്യവും ഒക്കെ കണക്ട് ചെയ്തിട്ട് നോക്കുമ്പോൾ ഈ കുട്ടി പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. പക്ഷേ ഈ കുട്ടി ഇതിനു മുമ്പ് ആ വീട്ടിൽ വരികയോ ആ വീട്ടുകാരെ കാണുകയോ ആ വീട്ടുകാരെ അറിയുകയോ ഇല്ല എന്നുള്ളതാണ്. അവരുമായിട്ടൊന്നും യാതൊരു ബന്ധവും ഒരു ബന്ധവും ഇല്ലാത്ത കുട്ടിയാണ്. പക്ഷേ ആ കുട്ടി കൃത്യമായിട്ട് ആ സ്ഥലവും ആ കാര്യങ്ങളും അന്ന് നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയൊരു കാര്യം. അങ്ങനെ അനേകം സംഭവങ്ങൾ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ പോയപ്പോൾ, പല അനുഭവങ്ങളിലൂടെ കടലുകളിലൂടെ ഓരോ ദേശങ്ങളിലൂടെ ഒക്കെ നടന്നു പോകുമ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കഥകൾ നിത്യേന എന്നോളം പലപ്പോഴും അറിയാനും കേൾക്കാനും ആ സാഹചര്യങ്ങളിൽ കടന്നു ചെന്ന് അന്വേഷണം നടത്താനും സ്വയം അനുഭവിക്കാനും ഒക്കെ പലപ്പോഴും സാധിച്ചിട്ടുണ്ട്. മറ്റെന്തെങ്കിലും ഭയപ്പെടുത്തുന്ന അനുഭവങ്ങൾ അത്തരത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഭയപ്പെടുന്ന ഒരു അനുഭവം എന്ന് പറയുന്ന ഒരുപാട് അനുഭവം പ്രേതസമാനമായ അനുഭവങ്ങളുണ്ട്. ഒരു പുസ്തകം എഴുതാൻ മാത്രമുള്ള കഥകൾ പ്രേതവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. പ്രേതത്തെ നേരിട്ട് കാണാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് കണ്ടിട്ടുണ്ട്. പ്രേതത്തെ കാണാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പ്രേതത്തെ ഞാൻ ഈ അന്നത്തെ എൻ്റെ ആവേശത്തിൽ ഞാൻ പ്രേതത്തിനെ കൂടെ വരുന്നോ എന്ന് പറഞ്ഞ് വിളിച്ചു കൂട്ടിക്കൊണ്ടുപോയി എന്നെ മരണത്തിൻ്റെ കുഴിയിലേക്ക് തള്ളിവിടുന്നൊരു സാഹചര്യത്തിലൂടെ പോവുകയും പിന്നീട് ഞാൻ അതിൽ നിന്ന് അതെനിക്ക് മനസ്സിലായി അതൊരു എന്നെ കൊണ്ടുവന്ന് അതും ഈ ജ്യോതിഷ ജീവിതത്തിലും ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലൊരു സംഭവം എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ ഒരു സമയത്ത് ഒരു പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഒരു പൊതു കാര്യവുമായി ബന്ധപ്പെട്ട് ശിബിരവുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് അവിടെ പിറ്റേ ദിവസം രാവിലെ ഒരു കൊടിമരത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഈ കൊടിമരം കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ഏറ്റിരുന്ന ഒരു സ്ഥലത്തെ ആളുകൾക്ക് അവിടെ ഒരു മരണം നടന്നതുകൊണ്ട് അവർക്ക് കൊടിമരം കൊണ്ടുവന്ന് എത്തിക്കാൻ സാധിച്ചില്ല. പിറ്റേ ദിവസം രാവിലെയാണ് പതാക ഉയർത്തേണ്ട സമയമാണ്, കൊടി ഉയർത്തേണ്ടതാണ്. പക്ഷേ അതുകൊണ്ട് ഈ സമയം വിളിച്ചു പറയുന്നത് ഇവർ കാണാതെ തിരിച്ച് വിളിക്കുമ്പോഴാണ് പറയുന്നത് ഞങ്ങൾക്ക് വരാൻ പറ്റില്ല എന്ന്. അപ്പോൾ രാത്രി ഏകദേശം 12:30 മണി 1 മണിയൊക്കെ ആയിട്ടുണ്ട്. ഒരു കടപ്പുറം കടലിൻ്റെയും അതുപോലെ തന്നെ ഇപ്പുറത്തൊരു പൊഴി എന്ന് പറയുന്നത് തോട് പോലത്തെ സ്ഥലമാണ്. പൊഴി എന്ന് പറയുന്നത് വീതിയുള്ള ഒരു തോടിനാണ്, കായലാണ്. അതിൻ്റെയും ഒക്കെ ഒരു സമീപ പ്രദേശത്താണ് ഇവിടെ. അതിന് ശേഷമുള്ളത് ഇവിടെ വലിയ ഒരു 6 കിലോമീറ്റർ വീതിയിലും 18 കിലോമീറ്റർ നീളത്തിലും കിടക്കുന്ന വലിയ കരിപ്പാടമാണ്, അതായത് നെൽപ്പാടങ്ങളാണ്. അതിൻ്റെ വരമ്പത്തു കൂടെയാണ് രാത്രിയിൽ ഞാൻ ഈ സമയത്ത് നടന്നു പോകുന്നത്. ഏകദേശം 1 മണിയോടടുക്കുന്ന സമയം എൻ്റെ കൂടെ 2 സഹപ്രവർത്തകരായ 2 പേര് കൂടെ ഉണ്ട്. അപ്പോൾ നിലാവിൻ്റെ വെളിച്ചത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ 2 ഭാഗത്ത് ഒരിടത്ത് ഈ പൊഴിയും ഒരിടത്ത് ഈ പാടവുമായതുകൊണ്ട് നമുക്ക് ദൂരെയുള്ള കാഴ്ചകൾ വ്യക്തമായി കാണാം. അതിൻ്റെ ഇടയ്ക്കൊന്നും വേറെ വീടുകളോ തെങ്ങോ ഒന്നുമില്ല. അങ്ങനെ പോകുന്ന സമയത്ത് കുറേ ദൂരം അങ്ങനെ കടന്നു പോകുമ്പോൾ ഒരു മോട്ടോർ പെരയുണ്ട് അവിടെ. ആ മോട്ടോർ പെരയും എൻ്റെ ഇടത് ഭാഗത്തായിട്ട് കായലിലോട് ചേർന്ന് കുറേ കമ്പാവലകൾ, ചീനവലകളുണ്ട്. അപ്പോൾ ഈ മോട്ടോർ പെരയിൽ ഒരു സ്ത്രീ രൂപത്തെ ഞാൻ ദൂരെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഞാൻ ശ്രദ്ധിക്കാതല്ല, എൻ്റെ സംസാരത്തിൻ്റെ ഇടയിൽ ഞാൻ ഇവരുമായി സംസാരിക്കുന്നത് കൊണ്ട് ഞാൻ മുന്നെയാണ് നടക്കുന്നത്. ഇവരോട് ഓരോ കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് ഞാൻ ഈ സ്ത്രീ രൂപത്തെ അസ്വാഭാവികമായി കണ്ടില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ അടുത്ത് വന്നു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഞാൻ ഈ പറഞ്ഞ ഇവർ നിന്ന ആ മോട്ടോർ പെരയുടെ ഉള്ളിൽ കൂടെ ഞാനും പ്രവേശിച്ചു. അവിടെ തന്നെയാണ് ഒരാൾക്ക് മാറിക്കൊടുത്താലേ ഒരാൾക്ക് അവിടെ കൂടെ വരമ്പിൽ കൂടെ പോകാൻ പറ്റും. അത്ര ചെറിയ വരമ്പാണ്. ഞാൻ ഈ മോട്ടോർ പെര കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഈ പറഞ്ഞ ഞാൻ ഈ സംസാരത്തിൽ നിന്ന് ഞാൻ ചിന്തയിലേക്ക് കടന്നു വരുന്നത്. ആ സമയത്താണ് ഞാൻ ഓർക്കുന്നത് ആ സ്ത്രീ അങ്ങോട്ട് പോയി. ആ മോട്ടോർ പെരയിൽ നിന്ന് സ്ത്രീ അങ്ങോട്ട് പോയി. ഇങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവർ കായലിൽ ചാടണം, ഇപ്പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ കണ്ടത്തിലേക്ക് ചാടണം, അല്ലെങ്കിൽ ഞങ്ങളുടെ മുമ്പേ നടന്നു പോകണം. ഇതൊന്നും സംഭവിച്ചിട്ടില്ല. കായലിൽ ചാടാൻ സ്വാഭാവികതയില്ല,
കരിച്ചിറയിൽ ചാടണമെങ്കിൽ ഒരാൾ താഴ്ചയുള്ള ചെളിയാണ്, അങ്ങോട്ട് ചാടത്തില്ല, മുമ്പേ നടന്നും പോയിട്ടില്ല. അവിടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവിടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ഞാനൊരു 10 അടി അടുത്ത് വരെ വരുന്ന, അല്ലെങ്കിൽ ഒരു 10-15 അടി അടുത്ത് വരെ വരുന്ന സമയത്തേക്ക് ആ സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ കണ്ടതാണ്, എനിക്ക് നല്ല ഓർമ്മയുണ്ട് ആ കാര്യത്തിൽ. അടുത്ത് വന്നപ്പോൾ ഞാനത് ശ്രദ്ധിച്ചിട്ടുമില്ല എന്നുള്ള സത്യമാണ്. തിരിച്ച് അപ്പുറത്ത് ചെന്നപ്പോഴാണ് ഞാൻ നോക്കുന്നത് ഈ സ്ത്രീ എവിടെ പോയെന്ന്. ഉടനെ തന്നെ ഞാൻ അവിടെ നിന്നിട്ട് ഞാൻ തിരിഞ്ഞു നോക്കി. അപ്പോൾ പഴയ സ്ഥലത്ത്, പഴയ ഭാവത്തിൽ, പഴയ ഇടത്തിൽ തന്നെ ഇവർ എന്നെയും വീക്ഷിച്ചുകൊണ്ട് അവിടെ നിൽപ്പുണ്ടായിരുന്നു. പോയതിനു ശേഷം അപ്പോഴാണ് എനിക്കൊരു തോന്നൽ, എൻ്റെ ബുദ്ധിക്ക് തോന്നലുണ്ടായി, ഇതൊരു മനുഷ്യ സ്ത്രീ ആണെന്ന് തോന്നുന്നില്ല എന്ന് എനിക്ക് തോന്നി. ഞാൻ ഉടനെ അവിടെ നിൽക്കുവാണെങ്കിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ കൂടെ പോര്, ഞാൻ കൂടെ കൂട്ടിക്കോളാം എന്ന് ഞാനൊരു വാക്ക് പറഞ്ഞു. വിളിച്ചു. അന്നത്തെ എൻ്റെ ആവേശത്തിന് ഞങ്ങൾ ചെയ്തതാണ്. അന്നൊക്കെ ഈ മാന്ത്രിക കർമ്മങ്ങളൊക്കെ പഠിക്കുന്ന സമയത്തുള്ള ആവേശമൊക്കെ ഒന്നുണ്ട്. അന്നങ്ങനെ പറഞ്ഞതാണ്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഇവരുടെ ആ ഒരു സാമീപ്യം ഞാൻ പലപ്പോഴും അറിയാൻ തുടങ്ങി. നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ കൂടെ ഒരാൾ കിടക്കുന്നതായിട്ട്, ഞാൻ വീട്ടിൽ കയറി വരുന്നതിന് മുമ്പ്, രാത്രി കയറി വരുമ്പോൾ എനിക്ക് മുമ്പേ ഒരാൾ അകത്ത് കടന്നു പോയതായിട്ട് എൻ്റെ വീട്ടുകാർക്ക് തോന്നുക, എൻ്റെ കൂടെ കിടക്കുന്നതായി തോന്നുക. അതുപോലെ ഒരു സ്ത്രീ നമ്മുടെ കൂടെ കിടക്കുമ്പോൾ ഉണ്ടാകുന്ന എന്ത് അനുഭവമാണോ ഉള്ളത്, ആ അനുഭവങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകുക. അതുപോലെ ഒരു രൂക്ഷമായ ഗന്ധം ഉണ്ടാകുക, അതായത് ഈ മൂത്രത്തിൻ്റെയൊക്കെ ഗന്ധം നമ്മുടെ കിടക്കുന്ന മുറിയിൽ ഒക്കെ സംഭവിക്കുക. അങ്ങനെ വന്ന് കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ ഒരാൾ പുറകിലിരിക്കുന്ന, വാഹനത്തിലിരിക്കുന്ന പോലെയൊക്കെ തോന്നലുണ്ടാകുകയും നമ്മുടെ മാനസികാവസ്ഥ പതുക്കെ മാറുകയും നിരന്തരമായി മരണത്തെക്കുറിച്ച് ചിന്തിക്കാനായിട്ടുള്ള ഒരു ചിന്ത നമുക്കുണ്ടാകുകയും മരണത്തിനെന്തോ ഒരു സുഖമുള്ള പോലത്തെ ഒരു ചിന്തകൾ നമുക്കുണ്ടാകുകയൊക്കെ ചെയ്തു. മരണത്തെ പ്രേമിക്കാനും ഒക്കെ ഒരാഗ്രഹമുണ്ടായി. മരണത്തോട് വല്ലാത്തൊരു അനുരാഗം, മരണത്തോട് വലിയൊരു അനുരാഗം തോന്നുന്ന പോലത്തെ ഒരവസ്ഥയിലേക്ക് ഉണ്ടാകുന്ന അവസ്ഥ എനിക്ക് മനസ്സിലായി. ഇതിൽ ഞാനല്ല ഇതിൻ്റെ അകത്ത്, ഇത് മറ്റെന്തോ ഉണ്ട്, ഒരു ശക്തി ഉണ്ടെന്ന് എനിക്ക് ബോധ്യമാകുകയും ഞാൻ എൻ്റെ ഗുരുനാഥനെ ഈ കാര്യം അറിയിക്കുകയും ഗുരുനാഥൻ പ്രശ്നചിന്ത നടത്തി അദ്ദേഹം പറഞ്ഞത് ഈ കഥകൾ, ഈ കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. ഞാനപ്പോൾ പറഞ്ഞു ഇങ്ങനെയാണ്, ഞാൻ വിളിച്ചതാണ്, കൂടെ കൊണ്ടുപോയതാണെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നീട് അതിനെ ആവാഹിച്ച് ബന്ധിക്കുകയാണ് അതിന് ചെയ്തത്. ആ സ്ത്രീ രൂപം എങ്ങനെയായിരുന്നു അന്ന് കണ്ട? ആ സ്ത്രീ രൂപം എന്ന് പറഞ്ഞാൽ ഒരു 10-21 വയസ്സ് 22 വയസ്സൊക്കെയുള്ള ഒരു പെൺകുട്ടിയായിരുന്നു അന്ന് കണ്ടിരുന്നത്. അവരുടെ വസ്ത്രം എനിക്ക് വ്യക്തമാകുന്നില്ല, കൃത്യമാകുന്നില്ലായിരുന്നു. നൈറ്റി പോലെയുള്ള രൂപമാണോ, ഒറ്റ ഉടുപ്പാണോ, അതോ 2 വസ്ത്രമാണോ എന്ന് എനിക്ക് വ്യക്തമായിട്ടില്ല. ആ രൂപം എനിക്ക് കൃത്യമായില്ല. എന്നാലും നിലാവിൻ്റെ വെളിച്ചത്തിൽ ഞാൻ അത് ശ്രദ്ധിക്കാഞ്ഞത്, അത് സ്വാഭാവികതയായിട്ടുള്ള ഒരു സ്ത്രീ ആയതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ശ്രദ്ധിക്കുകയോ ഭയപ്പെടുകയോ ചെയ്യുക. ധൂമാവസ്ഥയിലായിരുന്നു അതോ? ഒരു ധൂമാവസ്ഥയിലല്ല, ഇതൊരു രൂപാവസ്ഥയിലാണ്. രൂപാവസ്ഥയിൽ തന്നെയാണ് ഉള്ളത്. ഇനി ഇതുമായി കണക്ട് ചെയ്ത മറ്റൊരു കാര്യമുണ്ട്. വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഈ സംഭവം നടന്ന ക്ഷേത്രത്തിൻ്റെ അടുത്ത് ഞാൻ അവിടെ സേവനം ചെയ്യുന്ന സമയത്ത് ജ്യോതിഷം നോക്കാനായിട്ട് ഒരു സ്ത്രീ വന്നു. അപ്പോൾ എൻ്റെ ഞാൻ ഇരിക്കുന്ന ശാന്തിമഠത്തിലെ മോൾ ഭാഗത്താണ് ഞാൻ അവിടെ പ്രശ്നം നടത്തുന്നത്. അപ്പോൾ കുറേ ആളുകൾ ആ വരാന്തയിൽ നിരന്നിരിപ്പുണ്ട്. ഞാനൊരു ജനലിനോടടുത്താണ് ഇരിക്കുന്നത്. ഇവർ വന്നു പറഞ്ഞ് എൻ്റെ മോള് ചെറായിലാണ് അവരെ വിവാഹം കഴിച്ചിട്ടുള്ളത്. ആ പെൺകുട്ടിയുടെ പാ കത്തുന്നു, അതുപോലെ ഈ ബെഡ് കത്തുന്നു, വസ്ത്രങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് തീ പിടിക്കുന്ന പോലത്തെ ഒരു അവസ്ഥ ഉണ്ടാകുന്നു, അത് എന്താണെന്ന് അറിയണം എന്ന് പറഞ്ഞ് എന്നോട് ആവശ്യപ്പെട്ടു. ഞാനിങ്ങനെ പ്രശ്നം വെച്ച് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഒരു സ്ത്രീ പ്രേതം, അതായത് തീ കൊളുത്തിയ ഒരു സ്ത്രീ പ്രേതം നിങ്ങളുടെ അവിടെ സാന്നിധ്യമുണ്ട്, നിങ്ങളുടെ കുടുംബവുമായി ഈ സ്ത്രീ പ്രേതത്തിന് ബന്ധമുണ്ട്, നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും അപമൃത്യു ഉണ്ടായിട്ടുണ്ടോ എന്ന് ഞാൻ ഈ സ്ത്രീയോട് ചോദിച്ചു. അപ്പോൾ ആ അമ്മ പറഞ്ഞു, എൻ്റെ കുടുംബത്തിൽ അങ്ങനെ തീ പൊള്ളി മരിച്ചവർ ആരുമില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അല്ല ഉണ്ട്, അങ്ങനത്തെ ഒരു സ്ത്രീ രൂപമാണ് കാണുന്നത്, അങ്ങനത്തെ വ്യക്തമാണ്, നിങ്ങളുടെ കുടുംബവുമായി ബന്ധമുണ്ട്, നിങ്ങളുടെ കുടുംബത്തിലെയാണ്, ഒരു അംഗമായിരുന്നു, സ്ത്രീ അധികം താമസിക്കാതെ മരണപ്പെട്ടതാണ്, ഒരുപാട് തലമുറകൾക്ക് മുമ്പൊന്നും അല്ല, ഇപ്പം മരണപ്പെട്ടതാണെന്ന് പറഞ്ഞു. ഈ സ്ത്രീ ഒരു കാരണവശാലും അങ്ങനെ അവിടെ ഒരു മരണം സംഭവിച്ചതായിട്ട് സമ്മതിക്കില്ല. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരുന്ന ഈ സ്ത്രീയെ അറിയാവുന്ന വേറൊരാൾ, നോക്കാൻ വന്നൊരാൾ ജനലിൻ്റെ പുറത്ത് ഇരിപ്പുണ്ടായിരുന്നു. അയാൾ ഈ ജനലിൽ കൂടെ തലയിട്ടിട്ട് എന്നോട് പറഞ്ഞു, ഇവരുടെ മകള് തീ പിടിച്ചാണ് സാറേ മരിച്ചത്, ഇവർ നുണ പറയണതാണ് അയാൾ എന്നോട് വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഈ സ്ത്രീ അവരോട് പറഞ്ഞു, അവൾ വെള്ളത്തിൽ വീണല്ലേ മരിച്ചത്, അവൾ തീ പിടിച്ചിട്ടല്ലല്ലോ മരിച്ചതെന്ന് തർക്കിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ആദ്യം തീ കൊളുത്തിയിട്ട് പൊള്ളലേറ്റപ്പോഴല്ലേ നിങ്ങളുടെ മകൾ വെള്ളത്തിൽ ചാടിയെന്ന് ചോദിച്ചു. മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തിയതിന് ശേഷം പൊള്ളലേറ്റപ്പോൾ രക്ഷപ്പെടാനുള്ള വെപ്രാളത്തിലല്ലേ അടുത്ത കണ്ട കായലിൽ ചാടിയെന്ന് ചോദിച്ചു. അപ്പോൾ അവരത് സമ്മതിച്ചു. അത് തീ കൊളുത്തി പൊള്ളിയപ്പോൾ വെള്ളത്തിൽ ചാടിയതാ. ഞാൻ ഈ കണ്ട പ്രദേശത്താണ് ചാടിയത്, ഞാൻ ഈ സ്ഥലത്താണ് ചാടിയത്, ഈ കണ്ട സ്ഥലത്താണ് ചാടിയത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവർ വന്ന സ്ഥലം എവിടെന്നാണ് ഞാൻ ചോദിച്ചു. നിങ്ങളുടെ വീട് എവിടെയാണെന്ന് ചോദിച്ചു. ഇപ്പോൾ ചെറായിലെ വിശേഷങ്ങളാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇരിക്കുന്ന ആലപ്പുഴ ജില്ലയിലാണ്. അപ്പോൾ നിങ്ങളുടെ വീട് എവിടെയാണെന്ന് ചോദിച്ചു.
വീട് എവിടെയെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എൻ്റെ വീട് ഇന്ന സ്ഥലത്താണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചു നിങ്ങളുടെ വീട്ടിലേക്ക് പോണ വഴി എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന സ്ഥലമാണ്. നോക്കുമ്പോൾ ഞാൻ കണ്ട സ്ഥലം, ഞാൻ പറഞ്ഞ സ്ഥലം, ഈ പറഞ്ഞ വ്യക്തിയാണ് ഇത് എന്ന് എനിക്ക് മനസ്സിലായി. അന്ന് കൂടെ വന്ന ഞാൻ കൂടെ വന്ന അതേ പ്രേതം തന്നെ, ഞാൻ അന്ന് ബന്ധനം ചെയ്ത പ്രേതം തന്നെയാണ്. പക്ഷെ കാലാന്തരത്തിന് അത് മാറി ആ ബന്ധനത്തിന് വിമോചിതയായി വീണ്ടും അവരുടെ അടുത്ത മോളെ, ഇതൊരു മൂത്ത മോളാണ്, ഇളയ മോളെയാണ് ഈ പ്രേതം പിന്നീട് കൊലപാതകത്തിലേക്ക് ഇല്ലെങ്കിൽ മരണത്തിലേക്ക് എത്തിക്കാനായിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ ഇത് വ്യക്തമായി വായിച്ചെടുത്ത കഥകളോ പറഞ്ഞു കേട്ട കഥകളോ അല്ല. എൻ്റെ ഈ ഒരു ജീവിതത്തിൽ, മാന്ത്രിക ജീവിതത്തിൽ വളരെ വ്യക്തമായി ഞാൻ കണ്ടതും തിരിച്ചറിഞ്ഞതുമായിട്ടുള്ള അനുഭവിച്ചതുമായിട്ടുള്ള ഒരു രൂപവും ഭാവവും ഒരു സംഭവവുമാണ് ഈ പ്രേതകഥ. അതുപോലെ അനേകം കഥകൾ നമ്മുടെ ഓരോ നാടുകളിലും പോയി യാത്ര ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ തലമുറയ്ക്കത് വിശ്വസിക്കാൻ യോഗ്യമല്ല, അല്ലെങ്കിൽ വിശ്വസിക്കാൻ സാധ്യമല്ല. കാരണം ഈ ആധുനിക യുഗത്തിൽ, ഈ ഒരു AI-യുടെ യുഗത്തിൽ, ChatGPT-യുടെ യുഗത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ ഇതൊക്കെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലുള്ളവർക്ക് ശരിയും കേൾക്കുന്ന ആൾക്കാർക്ക് ഇതെല്ലാം വെറും അന്ധവിശ്വാസവും കെട്ടുകഥയുമായിട്ട് വരാം. സ്വന്തം അനുഭവത്തിലൂടെ വന്ന അനേകം പേർക്ക് ഇതേപോലെ അനുഭവങ്ങൾ ഉണ്ടാകാൻ പറ്റും. അവർക്കത് പറയാനായിട്ടുള്ള ഇടം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരിതിനേക്കാൾ വ്യക്തമായി കഥകളൊക്കെ പറയുമായിരുന്നു. അപ്പോൾ ഒരുപാട് അനുഭവ കഥകൾ ബാല്യകാലം മുതൽ ഇന്ന് വരെ അനേകം അനുഭവങ്ങൾ പ്രേതങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പല പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എൻ്റെ മനസ്സിൽ നിന്നും തങ്ങി നിൽക്കുന്ന, അതായത് സ്വന്തം അനുഭവം എന്ന നിലക്ക് എന്നെ ബാധിച്ച അനുഭവങ്ങൾ, അല്ലെങ്കിൽ അതൊരു ബാധിതനായിട്ടുള്ള വ്യക്തി എന്ന നിലക്ക് എൻ്റെ അനുഭവത്തിൻ്റെ ആ കാഠിന്യം കൊണ്ട് ഒന്നും മറക്കാത്ത ഒരു രൂപവും ഒരു ഭാവവുമാണ് ഇന്നും എൻ്റെ സ്മൃതിതലത്തിൽ ഇന്നും മായാതെ നിൽക്കുന്ന ഒരു രൂപമാണ് ഈ സ്ത്രീപ്രേതത്തിൻ്റെ രൂപവും ആ സംഭവവും.